ജില്ലയിൽ വേനൽ ചൂട് അതിരൂക്ഷമായി തുടരുന്നു. സാധാരണ നിലയിലുള്ള ചൂടല്ല ഇപ്പോൾ അനുഭവപ്പെടുന്നതെന്നും ആരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന രീതിയിലാണ് താപനില ഉയരുന്നതെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ജില്ലയിൽ അനുഭവപ്പെടുന്നത് കേവലം ഒരു വേനൽ ചൂടല്ല, മറിച്ച് ശാസ്ത്രീയമായി തന്നെ അപകടകരമെന്ന് തെളിയിക്കപ്പെട്ട ഹീറ്റ് വേവ് സമാനമായ സാഹചര്യമാണ്. പുറത്തിറങ്ങുന്ന ആരോഗ്യമുള്ള ആളുകൾക്ക് പോലും പെട്ടെന്ന് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ദാഹം തോന്നുന്നത് വരെ വെള്ളം കുടിക്കാൻ കാത്തിരിക്കുന്നത് അപകടകരമാണ്. ദാഹം അനുഭവപ്പെടുന്നുവെന്ന് ശരീരം ഇതിനകം നിർജ്ജലീകരണത്തിലേക്ക് നീങ്ങി എന്നതിൻ്റെ സൂചനയാണ്. അതിനാൽ ഓരോ മണിക്കൂറിലും കൃത്യമായി വെള്ളം കുടിക്കണം. കുട്ടികളും പ്രായമായവരും കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. എപ്പോഴും കയ്യിൽ ഒരു വാട്ടർ ബോട്ടിൽ കരുതുന്നത് ശീലമാക്കണം. രാവിലെ 11 മുതൽ ഉച്ചകഴിഞ്ഞ് 3 വരെ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ ഏൽക്കുന്നത് ഒഴിവാക്കുക. ഈ സമയത്ത് പരമാവധി വീടിനുള്ളിലോ തണലുള്ള ഇടങ്ങളിലോ കഴിയാൻ ശ്രമിക്കുക. കറുത്ത വസ്ത്രങ്ങൾ ചൂടിനെ കൂടുതൽ ആഗിരണം ചെയ്യുന്നതിനാൽ അവ ഒഴിവാക്കുക. വെള്ളയോ പിങ്ക് നിറമോ ഉള്ള ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. കടുത്ത തലവേദന, ബോധക്ഷയം, ഛർദി അല്ലെങ്കിൽ ഓക്കാനം, ശരീരം വിയർക്കാതെ വരണ്ട ചർമ്മമായി മാറുന്ന അവസ്ഥ എന്നിവ ഹീറ്റ് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ ആർക്കെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ അവരെ തണലുള്ള സ്ഥലത്തേക്ക് മാറ്റുകയും നനഞ്ഞ തുണി ഉപയോഗിച്ച് ശരീരം തുടയ്ക്കുകയും വേണം. ഒട്ടും വൈകാതെ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ്. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ആരോഗ്യവകുപ്പും സന്നദ്ധ പ്രവർത്തകരും ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഈ ഘട്ടത്തിൽ സ്വയം പ്രതിരോധം മാത്രമാണ് ഏക പോംവഴി.